യാത്രകൾ പോകാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ? അതെ, ഇന്ന് നമ്മളും ഒരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു മിനി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് യാത്ര എന്നൊക്കെ നമുക്ക് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ കുറേ ദൂരം ഓടിയതിന് ശേഷം നമ്മളിതേ നമ്മുടെ 13 കണ്ണറ പാലമൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോയുടെ മെയിൻ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഇപ്പോൾ തിരുനെൽവേലി വഴിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഹൈവേ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചാറ്റൽ മഴകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിത് തൂത്തുക്കുടി എത്തി. തൂത്തുക്കുടി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മുടെ വിൻഡ് മില്ലിൻ്റെ ജനറേറ്ററും വിൻഡ് മില്ലിൻ്റെ ആ ഒരു ലീഫും ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ട് നമ്മളിതേ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചാൽ എന്താ എന്ന് തോന്നി. അങ്ങനെ ഇതേ ഒരു സ്ഥലത്തിറങ്ങി നമ്മൾ ചായ കുടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചായക്കടയുടെ തൊട്ടപ്പുറത്തായിട്ട് നമ്മളൊരു പച്ചക്കറിയൊക്കെ വിൽക്കണ ഒരു സ്ഥലം കണ്ടു, ഒരു മാർക്കറ്റ്. അങ്ങനെ കൗതുകത്തോടു കൂടി തന്നെ നമ്മൾ ആ മാർക്കറ്റിലേക്ക് കയറി. അപ്പോൾ ഈ അടുക്കി വെച്ചിരിക്കുന്ന ഐറ്റങ്ങളൊക്കെ കണ്ടോ. ഈ ബക്കറ്റിനകത്താക്കി വെച്ചിരിക്കുന്ന ഐറ്റങ്ങൾക്കൊക്കെ 20 രൂപ 30 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും 20 രൂപ 30 രൂപയ്ക്കൊന്നും പച്ചക്കറികൾ ഇങ്ങനെ കിട്ടാറില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തായാലും വന്നതല്ലേ, കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങാമെന്ന് കരുതി നമ്മൾ ആ പച്ചക്കറിയൊക്കെ വാങ്ങി കേട്ടോ. ഇങ്ങനെയുള്ള മാർക്കറ്റ് നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം ഇച്ചിരി കൂടുതലല്ലേ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും എല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള യാത്ര അതേ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ രാമനാഥപുരത്തെത്തി റൂം എടുത്ത് നമ്മൾ സ്റ്റേ ചെയ്തു. അവിടെ കണ്ടതാണ് കേട്ടോ ഈ ഒരു അത്തറ്. ഈ അത്തറൊക്കെ വാങ്ങി അങ്ങനെ അന്നത്തെ ദിവസം കടന്നങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇനിയും നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൊക്കോണ്ടേയിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണെന്നല്ലേ, വേറെ എങ്ങുമല്ല, രാമേശ്വരത്തേക്കാണ് പോകുന്നത്. രാമേശ്വരത്ത് പാമ്പൻ പാലം കാണാനാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് പാമ്പൻ പാലം കാണാനായിട്ട് നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. വളരെയധികം എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നല്ല കാറ്റും നല്ല ക്ലൈമറ്റും വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മളിതേ മുന്നോട്ട് പോയി അടുത്തൊരു സൈഡിൽ നിർത്തിയിട്ട് അവിടുത്തെ വിഷ്വൽസും കൂടെ കാണാമെന്ന് കരുതിയതേ അവിടോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ധനുഷ്കോടി വരെ പോകണം എന്നൊക്കെയുള്ള ആഗ്രഹത്താൽ ഇറങ്ങിയതാണ്. പക്ഷേ നിർഭാഗ്യവശം നമുക്ക് അവിടം വരെ പോകാനുള്ള ടൈമിങ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ പാമ്പൻ പാലവും കണ്ട് ഞങ്ങൾ തിരിച്ചങ്ങ് യാത്ര തുടങ്ങി. അപ്പോൾ നമ്മളിനി റിട്ടേൺ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ചരിത്രവും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ മെയിൻ വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ ആ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് കേട്ടോ മിനി വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് സൈനിങ് ഓഫ് ഫ്രിൻസി.